അടുത്തത് LCM HCFന്റെ ബേസിക് തിയറി അറിയണം. ഈ തിയറിയാണ് ഇതിനകത്ത് ഇമ്പോർട്ടന്റ്. പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് ഇസ് പ്രോഡക്റ്റ് ഓഫ് ദർ GCD. GCD എന്ന് പറഞ്ഞാൽ HCF തന്നെ. HCF ആൻഡ് GCM ആണ്, GCD ആണ്. HCF ആൻഡ് LCM ആണ്. സോ സം ഓഫ് LCM ആൻഡ് HCF ഓഫ് ടു നമ്പേഴ്സ് ഇസ് 854. ഞാൻ LCMന് ഓർക്കാൻ എളുപ്പത്തിന് L എന്നും HCFന് H എന്നും കൊടുക്കുന്നു. സോ L പ്ലസ് H 854 ആണെന്ന് ഫസ്റ്റ് ഇക്വേഷൻ. LCM 60 ടൈംസ്. ഓക്കെ, ഇവിടെ LCM 60 ടൈംസ് HCF എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ L എന്ന് പറയുന്നത് HCF Hന്റെ 60H ആണെന്ന്. സോ L is equal to 60H. L is equal to 60H ആണെങ്കിൽ ആ 60H എനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. ഇങ്ങനെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് 60H ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 60H പ്ലസ് H ഇവിടെ സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 61H is equal to 854. ഇതിൽ നിന്ന് Hന്റെ വാല്യൂ കിട്ടും. 61ഉം 854ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 14 കിട്ടും. 14 എന്ന് കിട്ടും. സോ 14 is H value. LCM is HCF is 14. Question is asking what? ഒരു നമ്പർ 70 ആണെങ്കിൽ അടുത്ത നമ്പർ ഏതാണ്? സോ അവിടെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. പ്രോഡക്റ്റ് ഓഫ് GCD ആൻഡ് LCM ഓർ HCF ആൻഡ് LCM is പ്രോഡക്റ്റ് ഓഫ് നമ്പേഴ്സ്. സോ ഒരു നമ്പർ 70ഉം അടുത്ത നമ്പർ എക്സും ആണെങ്കിൽ അതർ നമ്പർ റിക്വയർഡ് അൺനോൺ ഞാൻ എക്സ് എന്ന് വിളിച്ചാൽ 70x is equal to LCM into HCF. നമുക്കിപ്പോൾ HCF 14 ആണെന്ന് കിട്ടിയില്ലേ ഓൾറെഡി. 14 ഇൻറ്റു LCM അപ്പോൾ എന്തായിരിക്കും? 60 ടൈംസ് 14 ആയിരിക്കും. 60 ടൈംസ് 14, സോ 60 ഇൻറ്റു 14. സോ 60 ഇൻറ്റു 14 എന്ന് പറയുമ്പോൾ 14 ഇൻറ്റു 6 28. One second. 14 ഇൻറ്റു 6 വരും. 60 840 എന്ന് വരും. സോ 840 ആയിരിക്കും ഇവിടെ. സോ 70x പ്രോഡക്റ്റ് ഓഫ് ടു നമ്പേഴ്സ് 70 ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു HCF ഇൻറ്റു LCM. HCF 14, LCM 7, 840 കിട്ടി. സോ അത് വെച്ചിട്ട് സിംപ്ലിഫൈ ചെയ്യുക. 14ഉം 70ഉം ക്യാൻസൽ ചെയ്താൽ 5 വരും. 5ഉം 840ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ വി വിൽ ഗെറ്റ് 840 by 5. 840 by 10 ആയിരുന്നെങ്കിൽ 84. സോ 840 by 5 84ൻ്റെ ഇരട്ടി 168. അങ്ങനത്തെ സ്പീഡ് മാത്സ് യൂസ് ചെയ്താൽ കുറച്ചുകൂടെ സമയം സേവ് ചെയ്യാം. സോ തേർഡ് ഓപ്ഷൻ ഇസ് ദ കറക്റ്റ് ആൻസർ.